ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുഖത്ത് ടാനൊക്കെ വരുമ്പോൾ മാറ്റാനുള്ള കുറേ ടിപ്സുകൾ നമ്മളോട് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈര്. നമ്മൾ വെയിലത്ത് ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൈരൊന്ന് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ടാൻ മാറുന്നുള്ള കാര്യം അത് മാത്രം മതി. ടാൻ മാറാനായിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇട്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുഖത്തുണ്ടാവുന്ന ടാൻ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ മുഖത്ത് നമ്മൾ ഒത്തിരി ടാൻ റിമൂവിങ് പാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യുമ്മലും കാലുമ്മലും വരുന്ന ടാൻ മാറ്റേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മുടെ സീസൺ നല്ല വെയിലിൻ്റെ സീസണാണ്. അപ്പോൾ നമുക്ക് ഡബിൾ ഷെയ്ഡാണ് നമ്മുടെ ശരീരം അല്ലേ. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിലൊരിക്കൽ അങ്ങനെ പറയുന്നത് ആഴ്ചയിലൊരിക്കൽ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ നമുക്ക് സമയം ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ വെളിച്ചെണ്ണയും പൊടിപ്പും വെച്ചിട്ട് ഒരു സ്ക്രബിങ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ കാലിനും കയ്യിനും കൊടുക്കുന്നത് നല്ലതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഈ വെയിലിൻ്റെ ഇതുകൊണ്ട് പല മാറ്റങ്ങളും നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും. ചിലർക്ക് ചില തടിപ്പ് പോലെയൊക്കെ ആയിട്ട് വരും, അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഒരു വൈറ്റനിങ് കളർ അങ്ങനത്തെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന സ്കിന്നിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും നമ്മുടെ പൊടിപ്പ്, കല്ലുപ്പല്ല പൊടിപ്പും കൂടി മിക്സ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് സ്ക്രബിങ് കൊടുക്കാം. അത് നമുക്ക് നല്ലൊരു ഇത് കൊണ്ടുവരാനായിട്ട് പറ്റൂട്ടോ. നമ്മുടെ കയ്യിന് ഒക്കെ വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ഒരു തുണ്ട് വെളിച്ചെണ്ണ ഉണ്ടായാൽ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ കൈമലും കാലുമലും തേക്കണം നല്ലതാണ്. പക്ഷേ ഈ ഒരു സ്ക്രബിങ്ങിന് പൊടിപ്പാണ് ഏറ്റവും നല്ലത്. നമ്മൾ മുഖത്തൊക്കെ തേക്കുമ്പോൾ നമ്മൾ പറയും പഞ്ചസാര പൊടിച്ചത് തേക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കൈമലിക്കും കാലുമലിക്കും പൊടിപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സ്ക്രബിങ് കൊടുക്കുക. ആഴ്ചയിൽ പറ്റുന്നവരാണെങ്കിൽ ആഴ്ചയിൽ കൊടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ടപ്പേന്ന് മാറി കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാക്ക് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈറ്റനിങ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പാക്ക് നമ്മുടെ സ്കിന്നിന് മൊത്തം. ഇപ്പോൾ മൊത്തം തേക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഡബിൾ കളറൊന്നും മാറ്റിയെടുക്കണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന അടിപൊളി ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ് എടുക്കുക, അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡ മേടിക്കുമ്പോൾ കടയിൽ പ്രത്യേകിച്ച് ചോദിച്ച് മേടിക്കുക. നമുക്ക് കയ്യുമലിക്കും കാലുമലിക്കുള്ള ബേക്കിംഗ് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് കടക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മയില്ലാണ്ട് അവർ നമ്മൾ പലഹാരത്തിൽ ഇടുന്ന ആ ഒരു ബേക്കിംഗ് പൗഡർ നമുക്ക് എടുത്ത് തരും. അപ്പോൾ അതെല്ലാം പ്രത്യേകിച്ച് ചോദിച്ച് മേടിക്കുക കേട്ടോ. അത് എടുക്കുക. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരെടുക്കുക. നമ്മുടെ ലാസ്റ്റ് നമ്മുടെ തൈര് മസ്റ്റാണ്. ഇതൊക്കെ കൂടിയിട്ട് നല്ല കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി വയ്ക്കുക. ഒരു 10 മിനിറ്റ് നേരം സെറ്റാക്കി വയ്ക്കുക. അത് എടുത്ത് അപ്പം തന്നെ ഇടല്ല, ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് അവിടെ ഇരുന്ന് സെറ്റായതിന് ശേഷം നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നേരം അത് ഒരു പാക്ക് പോലെ ഇട്ട് കൊടുത്ത് 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത്, മഞ്ഞപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ചെയ്തോളാൻ പറഞ്ഞത്. എല്ലാത്തവർക്ക് പറ്റുന്നതാണെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഡ്രസ്സിലാവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഈ സ്ക്രബിങ് നമുക്ക് വീടിൻ്റെ അകത്തിരുന്നിട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ അത് അധികം നേരം 5 മിനിറ്റ് നേരെ വേണ്ടു കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ആ സ്ക്രബിങ് കഴിഞ്ഞിട്ട് നമ്മളെ കൈയൊക്കെ തൊട്ട് നോക്കി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നല്ല മാറ്റം കാണാനായിട്ട് പറ്റും. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും. ആ ഒരു ടാനൊക്കെ റിമൂവ് ചെയ്തിട്ട് പോയതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടുള്ള ആ പാക്കും കൂടി ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് പോയിന്റിലെത്താം. പിന്നെ മസ്റ്റായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കി വെക്കരുത്. ഡ്രൈ ആക്കി വെക്കുമ്പോഴാണ് നമുക്ക് ചുളിവുകൾ കൂടലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ആ ഒരു വ്യത്യാസമൊക്കെ തോന്നുക കേട്ടോ. അപ്പോൾ അത് മുഖത്തേക്കായാലും മൊത്തം നമ്മുടെ ശരീരത്തേക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. ഇപ്പോൾ വേനൽക്കാലമാണ്, നമ്മൾ വിശർത്തിട്ട് പോകുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ഉള്ളിലോട്ട് വെള്ളം കുടിക്കുക. സ്കിന്നിനെ ഡ്രൈ ആക്കാതെ കൊണ്ട് നടക്കുക. ആ ഡ്രൈ ആക്കുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഉള്ളിലെ പ്രവർത്തനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും പ്രശ്നമാണ്. അപ്പോൾ ഡ്രൈ ആക്കി വയ്ക്കാണ്ടൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ നോക്കുക. ഈ പാക്ക് നിങ്ങൾക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും ഇടാൻ നോക്കുക കേട്ടോ. സ്ക്രബിങ് മാസത്തിൽ ഒരു വട്ടമെങ്കിലും ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്, കുട്ടികൾക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്, ഒരു കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന പ്രായം തൊട്ടൊന്നുമില്ല. നമ്മൾ സ്കിന്ന് നേരെയാക്കി എടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സമയം ഒരു 10 മിനിറ്റ് നേരം ചിലവഴിക്കാമെന്നേ ഉള്ളൂ കാര്യമുള്ളൂ കേട്ടോ.
പിന്നെ നമുക്ക് ഇത് കാണുന്ന കുറേ ചേച്ചിമാർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, അവർക്ക് പറ്റാഞ്ഞിട്ടാകും. ജോലി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ വെയിലത്ത് പണിയെടുക്കുന്നവരൊക്കെ ഇഷ്ടംപോലെ സമയത്ത് ചിലപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണാനായിട്ട് ഇടവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടണ അടിപൊളി പാക്കാണ്. ഇത് കുളിക്കുമ്പോൾ ചെയ്താലും മതി. ആ ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവഴിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും നമ്മുടെ സ്കിന്നൊക്കെ. നമ്മളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനൊന്നും ഒരു ചുളിച്ചിലോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ലൈവായിട്ടാണ് കാണിക്കാറ്, പക്ഷേ നമ്മളിപ്പോൾ കാണിച്ചാലും നിങ്ങൾക്ക് ലൈവ് റിസൾട്ടൊന്നും എൻ്റെ ഈ കയ്യുമ്മലും കാലുമൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നലെ നമ്മൾ സിമ്പിളായിട്ടൊരു ടിപ്പ് ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.